സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഇന്ന് വൈറ്റൽ നോട്ട്സിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് പറയാം. അല്ലെങ്കിൽ വൈറ്റൽ നോട്ട്സിൽ എന്നും ഇമ്പോർട്ടന്റ് ആണ്, ഇന്നും ഇമ്പോർട്ടന്റ് പറയേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീറ്റൽ സർക്കുലേഷനാണ് കാണാൻ പോണത്. പുകയൊക്കെ പറക്കും, മാക്സിമം പുക പുറത്താതെ ഞാൻ ശ്രമിക്കാം. ഫീറ്റൽ സർക്കുലേഷൻ എവിടെ എന്ത് മനസ്സിലായില്ലെങ്കിലും ചോദിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. കാരണം എക്സാമിനേഴ്സിന് എന്തോ ഒരു ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഈ ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ചൈൽഡിന്റെ അല്ലെങ്കിൽ ഫീറ്റസിന്റെ ബോഡിക്കകത്ത് കിടക്കുന്ന സർക്കുലേഷനാണ് വാട്ട് വി കോൾ ആസ് ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയണം. ഫീറ്റസിന്റെ ലങ്സ് വർക്കിംഗ് ആണോ? ഫീറ്റസിന്റെ ലങ്സ് വർക്കിംഗ് ആണോ? അല്ല. അപ്പോ ഫീറ്റസിന് ബ്ലഡ് എവിടെന്നാ കിട്ടുന്നത്? ഫീറ്റസിന് ബ്ലഡ് എവിടെന്നാ കിട്ടുന്നത്? പ്ലാസന്റയിൽ നിന്നാണ് അല്ലെ? മെറ്റേണൽ പ്ലാസന്റയിൽ നിന്ന് പ്യുവർ ബ്ലഡ്, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആരാണ് കുഞ്ഞിന്റെ ബോഡിയിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത്? ബ്ലഡ് ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ആരാ? അംബിലിക്കൽ വെയിൻ ആണ് കുഞ്ഞിന്റെ ബോഡിയിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത്. ഹ്യൂമൻ ബോഡിയിൽ, അതായത് ഫീറ്റൽ സർക്കുലേഷന്റെ സമയത്ത് അംബിലിക്കൽ വെയിന് ബ്ലഡ് എന്ത് ചെയ്തുകൊണ്ട് വരും? ക്യാരി ചെയ്തുകൊണ്ട് വരും. എങ്ങോട്ടേക്ക്? ബോഡിക്കകത്തേക്ക് ക്യാരി ചെയ്തുകൊണ്ട് വരും. ഇത് ബോഡിക്കകത്തേക്ക് അല്ലെങ്കിൽ ഫീറ്റസിന്റെ ശരീരത്തിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് വന്നിട്ട് ഇത് എവിടെ ചെല്ലണം? ഫീറ്റസിന്റെ ഹാർട്ടിലേക്ക് ചെല്ലണമെങ്കിൽ ആകെ മാർഗം ഏതാണ്? അബ്ഡമൻ വഴിയാണ് പറഞ്ഞത്. അപ്പൊ ഫീറ്റസിന്റെ ഹാർട്ടിലേക്ക് ചെല്ലണമെങ്കിൽ ആകെ മാർഗം ഏത് വഴിയാണ്? വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ വഴിയല്ലേ ഹാർട്ടിൽ ചെല്ലാൻ പറ്റുള്ളൂ. ലിവറിൽ കൂടെ ചെല്ലാൻ പറ്റുമോ? ലിവറിൽ കൂടെ എങ്ങനെ? ഇൻഫീരിയർ വീനക്കാവ വഴിയാണ് പോകാൻ പറ്റുക. പക്ഷെ ഇൻഫീരിയർ വീനക്കാവയിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യില്ല. ഇൻഫീരിയർ വീനക്കാവയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു വെയിൻ ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഡക്ടസ് വീനോസസ് എന്ന് പറഞ്ഞ വെയിൻ ഉണ്ട്. ഇവനാണ് എന്ത് ചെയ്യുന്നത്? നേരെ, അതായത് പ്ലാസന്റയിൽ നിന്ന് വരുന്ന ബ്ലഡിനെ അംബിലിക്കൽ വെയിൻ വഴി നേരെ എങ്ങോട്ടേക്ക് എത്തിക്കും? അംബിലിക്കൽ വെയിനിൽ കൂടെ ഡക്ടസ് വീനോസസ് വഴി നേരെ ഇൻഫീരിയർ വീനക്കാവിലെത്തിക്കും. IVC-ലെത്തിക്കും അല്ലെ? ഇൻഫീരിയർ വീനക്കാവിലെത്തിക്കും. ഇനി ഇൻഫീരിയർ വീനക്കാവിന്ന് ബ്ലഡ് എങ്ങോട്ടേക്ക് പോകും? ബ്ലഡ് വിൽ ഗോ ഇൻ ടു റൈറ്റ് ഏട്രിയം, RA-ലേക്ക് പോകും അല്ലെ? റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് പോകും. ഇനി റൈറ്റ് ഏട്രിയത്തിൽ ചെന്നിട്ട് ബ്ലഡ് താഴോട്ട് ഇറങ്ങി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് റൈറ്റ് വെൻട്രിക്കിളിൽ ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ലങ്സിലേക്ക് പോകണം. ഒരു കാര്യമില്ല. കാരണം എന്താണ്? ലങ്സ് ഇമ്മച്ചുർ ആണ്. അതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്ക് കയറിയിട്ട് കാര്യമില്ല. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഇറങ്ങിയിട്ട് കാര്യമില്ല. ബ്ലഡ് ഷുഡ് ഗോ ഇൻ ടു ദ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകണം അല്ലെ? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകാൻ റൈറ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും വാളിൽ, അല്ലെങ്കിൽ റൈറ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ഇടയ്ക്കുള്ള ഇന്റർഏട്രിയൽ സെപ്റ്റത്തിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ദാറ്റ് വാട്ട് വി കോൾ ആസ് ഫോറാമൻ ഓവയിൽ എന്ന് പറയുന്ന ഓപ്പണിംഗ് ആണ്. ഈ ഓപ്പണിംഗ് വഴി ബ്ലഡ് അങ്ങോട്ട് പോകും. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകും അല്ലെ? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് പോകും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് നോർമലി നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പോകും. then there to left ventricle then അവിടെ നിന്ന് എങ്ങോട്ട്? അവിടെ നിന്ന് അയോട്ട എന്ന് തിരിച്ച് വീണ്ടും ഈ ബ്ലഡ് എവിടെ എത്തണം? പ്ലാസന്റയിലേക്ക് എത്തണം. അപ്പൊ അയോട്ടയിൽ പിന്നെ എന്താണ്? ഡിസെൻഡിങ് അയോട്ടയിൽ വെച്ചിട്ട് എന്തുണ്ടാവും? അംബിലിക്കൽ ആർട്ടറി ഫോം ചെയ്യും. ക്ലാസ്സിലാണ് പോലും. അംബിലിക്കൽ ആർട്ടറി ഫോം ചെയ്യും. എത്ര എണ്ണം ഉണ്ട് അംബിലിക്കൽ ആർട്ടറി? രണ്ടെണ്ണം ഉണ്ട് അംബിലിക്കൽ ആർട്ടറി. ഇത് അംബിലിക്കൽ ആർട്ടറി ബ്ലഡ് തിരിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുവരും? പ്ലാസന്റയിലേക്ക് കൊണ്ടുവരും. അപ്പൊ പ്ലാസന്റയിൽ നിന്ന് പോയ ബ്ലഡ് ഇതാ തിരിച്ചു വന്നല്ലേ? പ്ലാസന്റയിൽ നിന്ന് പോയ ബ്ലഡ് പ്ലാസന്റയിൽ നിന്ന് അംബിലിക്കൽ വെയിൻ വഴി എവിടെ എത്തി? ഡക്ടസ് വീനോസസ് വഴി ഇൻഫീരിയർ വീനക്കാവിലെത്തി. റൈറ്റ് ഏട്രിയത്തിൽ പോകുന്ന മുഴുവൻ ബ്ലഡും ഫൊറാമൻ ഓവയിൽ വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ പോവോ? ഇല്ല. ബ്ലഡ് ഇൻ
റൈറ്റ് വെൻട്രിക്കിളിലെ ബ്ലഡ് എങ്ങോട്ട് തന്നെ പോവും? റൈറ്റ് വെൻട്രിക്കിളിലെ ബ്ലഡ് എങ്ങോട്ട് പോവും? പൾമണറി ട്രങ്കിലേക്ക് പോകും അല്ലെ. റൈറ്റ് വെൻട്രിക്കിൾ കുറച്ച് ബ്ലഡ്, അതായത് നമ്മൾ പറഞ്ഞു വന്നത് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ഫൊറാമൻ ഒവൈൽ വഴി നല്ലൊരു ശതമാനം ബ്ലഡ് എങ്ങോട്ട് പോകും? റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് വഴി അല്ലെങ്കിൽ ഫൊറാമൻ ഒവൈൽ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് നല്ലൊരു ശതമാനം ബ്ലഡും പോകും. പക്ഷെ എന്നാലും കുറച്ച് ബ്ലഡ് താഴോട്ട് വീഴും അല്ലെ. കാരണം ട്രൈക്കസ്പിഡ് വാൽവ് ഉള്ളതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്ലഡ് താഴോട്ട് വീഴും. അതായത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് കുറച്ച് ബ്ലഡ് വരും. ആ ബ്ലഡ് എങ്ങോട്ട് കയറും? പൾമണറി ട്രങ്കിൽ കയറും. പൾമണറി ട്രങ്കിൽ കയറും. ദെൻ എങ്ങോട്ട് പോകും? അവിടെ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് പോകും അല്ലെ. പൾമണറി ആർട്ടറിയിലേക്ക് പോകും. അതായത് പൾമണറി ട്രങ്ക് പഠിച്ചാൽ മതി. പൾമണറി ട്രങ്കിലേക്ക് പോകും. പൾമണറി ട്രങ്കിൽ ചെല്ലുമ്പോ പിന്നെ ബ്ലഡ് എങ്ങോട്ടേക്കാ പോകാനുള്ളത്? പൾമണറി ട്രങ്കിൽ നിന്ന് എങ്ങോട്ടാ പോകാനുള്ള? ലങ്സിലേക്ക്. ലങ്സിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ അപ്പോ വേറൊരു ഷണ്ട് വരും, ഡക്ടസ് ആർട്ടീരിയോസസ്. ദാറ്റ് ഈസ് എ ഷണ്ട് ബിറ്റ്വീൻ ഏതാണ്? പൾമണറി ട്രങ്ക് അല്ലെങ്കിൽ പൾമണറി ആർട്ടറിയും അയോട്ടയും തമ്മിലുള്ള ഷണ്ടാണ് അല്ലെ. അയോട്ടയിലേക്ക് ഒരു ഷണ്ട് ഉണ്ട്. അയോട്ടയിലേക്ക് കയറ്റിവിടും. എന്താണ്? അപ്പൊ ബ്ലഡ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പോകാൻ വേണ്ടി പൾമണറി ട്രങ്കിൽ നിന്ന് ഒരു ഓപ്പണിംഗ് എങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്? അയോട്ടയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഡക്ടസ് ആർട്ടീരിയോസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിലാണ് ഫീറ്റൽ സർക്കുലേഷൻ നടക്കുക. ഒന്ന് എങ്ങനെയാണ്? അപ്പോ പ്ലാസന്റയിൽ നിന്ന് അംബിലിക്കൽ വെയിനിലേക്ക്, മെറ്റേണൽ പ്ലാസന്റയിൽ നിന്ന് ബ്ലഡ് അംബിലിക്കൽ വെയിനിൽ വരും. അത് ഡക്ടസ് വീനോസസ് വഴി ഇൻഫീരിയർ വീനക്കാവയിലേക്ക് കയറും. ഇൻഫീരിയർ വീനക്കാവ ബ്ലഡ് കൊണ്ട് റൈറ്റ് ഏട്രിയത്തിലേക്ക് ഡ്രെയിൻ ചെയ്യും. നല്ലൊരു ശതമാനം ബ്ലഡും റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട്, RL ഷണ്ട് എന്ന് പറയാം. റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തിലെ ഓട്ട വഴി ഫൊറാമൻ ഒവൈൽ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. അവിടെ നിന്ന് അയോട്ട വഴി നേരെ ബ്ലഡ് ബോഡിയിലേക്ക് സപ്ലൈക്ക് പോകും. കുറെ ബ്ലഡ് ഡിസെൻഡിങ് അയോട്ടയിൽ വരുമ്പോൾ അംബിലിക്കൽ ആർട്ടറി വഴി തിരിച്ച് പ്ലാസന്റയിലേക്കും പോകും. അതേസമയം ആ റൈറ്റ് ഏട്രിയത്തിൽ എത്തിയ കുറച്ച് ബ്ലഡ് നേരെ താഴെ വീണ് റൈറ്റ് വെൻട്രിക്കിളിൽ വീഴും. ആ റൈറ്റ് വെൻട്രിക്കിൾ വന്ന ബ്ലഡിനെ പമ്പ് ചെയ്ത് പൾമണറി ട്രങ്കിൽ കയറ്റും. പൾമണറി ട്രങ്കിൽ അപ്പോൾ എന്തുകൊണ്ട് ഫീറ്റൽ സർക്കുലേഷനിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡക്ടസ് ആർട്ടീരിയോസ് എന്ന് പറയുന്നത്. അത് എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും? അയോട്ടയിലേക്ക് കണക്ട് ചെയ്യും. ഇനി ഇത് ഓരോന്നും നമുക്ക് പിക്ചർ വെച്ച് നോക്കാം. ഇപ്പൊ ഒരു ഐഡിയ ആയി നിങ്ങൾക്കല്ലേ? ഒരു ഐഡിയ ആയി. അപ്പൊ ആദ്യത്തെ പിക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്ലഡ് പ്ലാസന്റയിൽ നിന്ന്, ഫ്രം പ്ലാസന്റ ബ്ലഡ് ഏതാണ്? അംബിലിക്കൽ വെയിൻ വഴി. ഒരു അംബിലിക്കൽ വെയിൻ ആണുള്ളത് അല്ലെ. ഈ അംബിലിക്കൽ വെയിൻ വഴി പ്ലാസന്റയിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടേക്ക് എത്തുന്നു? ഇൻഫീരിയർ വീനക്കാവയിലേക്ക് എത്തുന്നു. അപ്പോ അംബിലിക്കൽ വെയിൻ എവിടെ? ലിവറിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ലിവറിന്റെ പ്രോക്സിമിറ്റിയിലേക്ക് എൻട്രി ചെയ്ത് കഴിയുന്ന അംബിലിക്കൽ വെയിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലിവറിന്റെ പ്രോക്സിമിറ്റിയിലേക്ക് എൻട്രി ചെയ്യുന്ന അംബിലിക്കൽ വെയിന് പറയുന്ന പേരാണ് എന്ത്? ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡക്ടസ് വീനോസ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡക്ടസ് വീനോസസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡക്ടസ് വീനോസസ് വഴി ബ്ലഡ് എവിടെ കയറി? ഇൻഫീരിയർ വീനക്കാവേ കയറി. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടു? ഡക്ടസ് വീനോസ് കണ്ടു. ഡക്ടസ് വീനോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അംബിലിക്കൽ വെയിന്റെ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഡക്ടസ് വീനോസ് എന്ന് പറയുന്നത്. അംബിലിക്കൽ വെയിൻ എവിടെ എത്തിക്കഴിയുമ്പോൾ ലിവറിന്റെ പ്രോക്സിമിറ്റിയിൽ എത്തിക്കഴിയുന്ന അംബിലിക്കൽ വെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡക്ടസ് വീനോസസ് എന്ന് പറയുന്നത്. യവൻ എങ്ങോട്ടേക്ക് കയറി? ഡയറക്റ്റ് അല്ല കയറുന്നത്. യവൻ ഹെപ്പാറ്റിക് വെയിനോടൊപ്പം എങ്ങോട്ടേക്ക് കയറുമെന്നാണ്. ഹെപ്പാറ്റിക് വെയിനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, നേരിട്ട് അല്ല കണക്ട് ചെയ്യുന്നത്. ഹെപ്പാറ്റിക് വെയിനിൽ കണക്ട് ചെയ്തിട്ട് അവൻ എങ്ങോട്ട് കയറും? ഇൻഫീരിയർ വീനക്കാവയിലേക്ക് കയറും. അപ്പൊ ഇൻഫീരിയർ വീനക്കാവയിൽ കൂടെ ബ്ലഡ് എവിടെ എത്തി? ഓക്കെ, റൈറ്റ് ഏട്രിയത്തിൽ, RL എത്തി അല്ലെ. റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തി. as you see here, ഡക്ടസ് വീനോസസ് വഴി ഇൻഫീരിയർ വീനക്കാവ വഴി RIലേക്ക് ബ്ലഡ് എത്തി. RIയിൽ എത്തുന്ന ബ്ലഡ്, റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്ന ബ്ലഡിന്റെ എത്ര ശതമാനം? 75% ബൈപ്പാസ് ചെയ്ത് എങ്ങോട്ട് പോവും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകും. 75% ബ്ലഡ് ബൈപ്പാസ് ചെയ്ത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകും. ലെഫ്റ്റ് ഏട്രിയത്തിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ ദെൻ ടു ദ അയോട്ട. എന്നിട്ട് എന്തിലേക്ക് പോകും? അയോട്ടയിലേക്ക് പോകും. അവ സർക്കുലേഷനിലേക്ക് കയറി. ഇനി നമുക്കറിയാനുള്ളത് ഒരു 25% ബ്ലഡ് എങ്ങോട്ടേക്ക് വന്നു? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. 25% റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. അതിനെ എന്ത് ചെയ്യും നമ്മള്? പൾമിനറി 25% റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. അതിനെ ഒരു സെക്കൻഡ്,
ആ 25% വന്ന ബ്ലഡിനെ പൾമറി ട്രങ്കിലേക്ക് പുഷ് ചെയ്യും. പൾമറി ട്രങ്കിലേക്ക് പുഷ്. നോർമലി ഇതിൽ എന്ത് ചെയ്യണം? ഇവൻ എങ്ങോട്ടേക്ക് പോകണം? ലങ്സിലേക്ക് പോകണം. ലങ്സിലേക്ക് പോണതിന് പകരം ഫീറ്റൽ സർക്കുലേഷനിൽ ഒരു എന്തുണ്ട്? അബ്നോർമൽ കണക്ഷൻ ഉണ്ട്. അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്നത്. അവൻ എന്ത് ചെയ്യും? പൾമറി ട്രങ്കിൽ നിന്ന് ബ്ലഡിനെ എങ്ങോട്ടേക്ക് കയറ്റും? അയോട്ടയിലേക്ക് കയറ്റും. ക്യാൻ യു സീ ദിസ്? ക്യാൻ യു സീ ദ ഡക്ടസ് ആർട്ടീരിയോസസ്? ഡക്ടസ് ആർട്ടീരിയോസസ് കാണാവോ? യെസ്. അപ്പൊ ക്ലിയർ ആയോ? സർക്കുലേഷൻ ക്ലിയർ ആയോ? സർക്കുലേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇനി നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവനെ എഴുതിപ്പോ. ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എഴുതാം. നമുക്ക് നോട്ടായിട്ട് എഴുതാം അല്ലെ? നോട്ടായിട്ട് എഴുതാം. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ എഴുതിയത്, ഇതിനെ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് നോട്ടായിട്ട് എഴുതാം. സോ ഫീറ്റൽ സർക്കുലേഷൻ ഫ്രം പ്ലാസന്റ, പ്ലാസന്റയിൽ നിന്ന് പോയിന്റ് വെയിറ്റ് എഴുതിടാം. ഫ്രം പ്ലാസന്റ 80% oxygenated blood, 80% oxygenated blood ആണ്. 80% oxygenated blood is carried by the umbilical vein. Umbilical vein 80%. അംബിലിക്കലിന്റെ സ്പെല്ലിംഗ് എന്താണ് പ്രശ്നം? UMBLI. ഓ LI ഇല്ലല്ലേ. അംബിലിക്കൽ വെയിൻ, അതായത് 80% പ്ലാസന്റയിൽ നിന്ന് 80% ഓക്സിജനേറ്റ് ആയിട്ടുള്ള ബ്ലഡ് എങ്ങോട്ടേക്ക് കയറും? അംബിലിക്കൽ വെയിൻ വഴി. എങ്ങോട്ടേക്ക്? കയറും? then umbilical vein at liver transforms into എന്താണ്? ലിവറിൽ അടുത്തെത്തുമ്പോ ട്രാൻസ്ഫോംസ് into എന്തായിട്ട് മാറും? ഡക്ടസ് വീനോസസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് and ductus venosus DV, ductus venosus enters into ഏതിലേക്ക്? ഇൻഫീരിയർ വീന കവ, IVC യിലേക്ക് പോകും അല്ലെ? സോ അപ്പോ പ്ലാസന്റയിൽ നിന്ന് ആക്ച്വലി ഇതിനിടയിൽ വേറെ കുറെ സംഭവം ഉണ്ട്. പോർട്ടൽ വെയിൻ എന്നുള്ള ബ്ലഡും കൂടെ എവിടേക്ക് കയറും? അപ്പോ അംബിലിക്കൽ ഇതുവഴിയാണ് പോർട്ടൽ വെയിനിലെ ബ്ലഡും കൂടെ എങ്ങോട്ടേക്ക് കയറണം? IVC യിലേക്ക് കയറണം. അപ്പൊ 80% ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് എവിടെ നിന്ന് വരുന്നത്? പ്ലാസന്റയിൽ നിന്ന് വരുന്നത്. 80% ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് പ്ലാസന്റയിൽ നിന്ന് വരുന്നത്. അംബിലിക്കൽ വെയിനാ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത്. അംബിലിക്കൽ വെയിന് ലിവറിന്റെ അടുത്ത് എത്തുമ്പോൾ ഡക്ടസ് വീനോസസ് ആയിട്ട് മാറിയിട്ട് ഇവൻ എന്ത് ചെയ്യും? ഇറ്റ് എൻറ്റേഴ്സ് ഇൻടു ദ ഇൻഫീരിയർ വീന കവ. ഇനി ഇൻഫീരിയർ വീന കവ എങ്ങോട്ട് ഡ്രെയിൻ ചെയ്യും? ഇൻഫീരിയർ വീന കവ ഡ്രെയിൻസ് ഇൻടു ദ റൈറ്റ് ഏട്രിയം അല്ലെ? റൈറ്റ് ഏട്രിയത്തിലേക്ക് ഡ്രെയിൻ ചെയ്യും. then 75% of the blood is guided towards എങ്ങോട്ട്? towards LA, left atrium. 75% of the blood guided towards left atrium by an opening in interatrial septum called as interatrial septum called as foramen ovale. foramen ovale എന്ന് പറയുന്ന ഇന്റർഏട്രിയൽ സെപ്റ്റത്തിലുള്ള ഒരു ഓപ്പണിംഗ് വഴി 75% ബ്ലഡ് അങ്ങ് പോവും. then from LA left atrium to left ventricle and to the aorta. അയോട്ടയിലേക്ക് പോകും അല്ലെ? അയോട്ടയിലേക്ക് പോകും. സോ ആ 75% ബ്ലഡിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി 25% blood from RA guided towards എങ്ങോട്ടേക്ക്? 25% from the blood from RA guided towards RV
RV and pumped to pulmonary trunk. ഓക്കെ, അപ്പൊ 75% ബ്ലഡ് എങ്ങോട്ടേക്ക്? പൾമറി ട്രങ്കിലേക്ക് എന്ത് ചെയ്യും? 25% ബ്ലഡിന് പൾമറി ട്രങ്കിലേക്ക് ഗൈഡ് ചെയ്യും. ഇനി പൾമറി ട്രങ്കിൽ എന്തുണ്ട്? ഇൻ പൾമണറി ട്രങ്ക് there is a connection between ഏതൊക്കെയാ? between pulmonary trunk and aorta called as എന്ത്? ductus arteriosus, which carries blood from എവിടെ നിന്ന് എങ്ങോട്ട്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം pulmonary trunk to aorta. pulmonary trunk to aorta. ഓക്കെ, അപ്പോ സർക്കുലേഷനിലേക്ക് പ്ലാസന്റയിൽ നിന്ന് വന്ന ഫുൾ ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്തിയല്ലേ? എത്തിയോ? പ്ലാസന്റയിൽ നിന്ന് വന്ന മുഴുവൻ ബ്ലഡും സർക്കുലേഷനിലേക്ക് എത്തിയോ? at the common iliac artery, umbilical arteries erases. That is umbilical artery രണ്ടെണ്ണം ഉണ്ട്. umbilical artery erases and guides blood to എങ്ങോട്ട്? blood to placenta for oxygenation. ഓക്സിജനേഷന് വേണ്ടി ബ്ലഡിനെ ഗൈഡ് ചെയ്ത് എങ്ങോട്ടേക്ക് വിടും? പ്ലാസന്റയിലേക്ക് വിടും അല്ലെ? പ്ലാസന്റയിലേക്ക് വിടും. അപ്പോ മെയിൻ ആയിട്ട് ഇങ്ങനെയാണ് ഫീറ്റൽ സർക്കുലേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്കറിയാനുള്ളത് fate of remnant parts of fetal circulation in extrauterine life. remnant part of fetal circulation in adult life. Fetal circulation in adult life. നോട്ട് ഒമിനി ഡയറക്ഷനിലോ? എന്താണ് ഇതാണോ ഉദ്ദേശിച്ചത്? ഡയറക്ഷൻ ഇതാണോ ഉദ്ദേശിച്ചത്? ഇതാണോ അനുമോളെ? ഓക്കെ, നോട്ട് എഴുതി കഴിഞ്ഞോ? ദിസ് ഈസ് ലാസ്റ്റ് വൺ. കഴിഞ്ഞോ? അനുമോളെ എഴുതി കഴിഞ്ഞോ? പെട്ടെന്നായിക്കോട്ടെ, സിമ്പിൾ കാര്യങ്ങളാ. ഓക്കെ, നൗ നമുക്ക് അറിയാനുള്ളത് ആദ്യത്തെ പാർട്ട് എന്താണ്? ആദ്യം ഉണ്ട് ഫീറ്റൽ സർക്കുലേഷനിലെ ആദ്യത്തെ അബ്നോർമൽ തിങ് എന്ന് പറഞ്ഞാൽ അംബിലിക്കൽ വെയിൻ ആണ്. ഈ അംബിലിക്കൽ വെയിൻ എന്തായി മാറും? അംബിലിക്കൽ വെയിൻ എന്തായി മാറും? ligamentum teres. Umbilical vein becomes very important. Umbilical vein becomes in adult life umbilical vein എന്താവും? becomes ligamentum teres. ഈ ligamentum teres നമ്മൾ പഠിക്കും. എവിടെയാണെന്ന് വെച്ചാൽ ലിവറിൽ കാണുന്ന ഒരു ലിഗമെന്റ് ആണ്. ലിവറിനെ
ലിവറിനെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലിഗമെന്റ് ആണ് ഈ ലിഗമെന്റ് ആൻഡ് ടീറിയസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഫീറ്റൽ സർക്കുലേഷനിൽ കണ്ടതുപോലെ തന്നെ നമുക്കറിയാം അല്ലെ, അംബ്ലിക്കൽ വെയിന് ഏകദേശം ലിഗമെന്റ് എന്തിന്റെ അടിയിൽ കൂടെയാണ് എത്തുന്നത്? ലിവറിന്റെ അടിയിലാണ്. അപ്പൊ ഈ താഴെ കാണുന്ന ഈ അംബ്ലിക്കൽ വെയിന് പിന്നെ എന്തായി മാറും? ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന, ലിവറിന്റെ കോഡൽ പോർഷനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തായി മാറും? ലിഗമെന്റം ടീറിയസ് എന്ന് പറയുന്ന ലിഗമെന്റായി മാറും. ഇനി അപ്പൊ ഡക്ടസ് വീനോസസ് എന്തായി മാറും? ഡക്ടസ് വീനോസസ് എന്തായി മാറും? ഡക്ടസ് വീനോസസ് becomes എന്തായി മാറും? ലിഗമെന്റം വീനോസം ആവും അല്ലെ. ഡക്ടസ് വീനോസസ് എന്താവും? ലിഗമെന്റം വീനോസം ആവും. ഇനി അടുത്ത മൂന്നാമത്തത് ഏതാണ്? അബ്നോർമൽ പാർട്ട് ഏതാണ് മൂന്നാമത്തത്? അഡൽട്ട് ഫീറ്റലിൽ മാത്രം കാണുന്ന മൂന്നാമത്തത് ഏതാണ്? അംബിലിക്കൽ വെയിൻ കണ്ടു നമ്മള്, ഡക്ടസ് വീനോസസ് കണ്ടു. ഫീറ്റലിലെ മൂന്നാമത്തെ ഏതാ? ഓർഡറിൽ ഓർത്തു വെക്ക്, ഓർഡറിൽ. ഫൊറാമൻ ഒവേൽ എന്താവും? നമ്മൾ ഇന്നലെ പഠിച്ചു. ഫൊറാമൻ ഒവേൽ എന്താവും? ഫൊറാമൻ ഒവേൽ എന്തായി മാറും? ഫൊറാമൻ ഒവേൽ ബിക്കംസ് ഫോസ ഒവാലിസ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് അല്ലെ, ഫോസ ഒവാലിസ് ആയി മാറും. ഫൊറാമൻ ഒവേല് ഫോസ ഒവാലിസ് ആവും. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ സർക്കുലേഷനിലെ അടുത്ത പാർട്ട് ഏതാണ്? അംബിലിക്കൽ ആർട്ടറി അല്ലെ. പിന്നെ ഉള്ളതല്ല, ഡക്ടസ് ആർട്ടീരിയോസം ഉണ്ട്. ഡക്ടസ് ആർട്ടീരിയോസം എന്തായി മാറും? അയോട്ട് താഴെ എത്തുന്നു. ഡക്ടസ് ആർട്ടീരിയോസം എന്തായി മാറും? ഡക്ടസ് ആർട്ടീരിയോസം becomes median umbilical artery, or you can say ductus arteriosus median umbilical artery ആവും അല്ലെ. ഡക്ടസ് ആർട്ടീരിയോസം becomes median umbilical artery, or ഈ ആർട്ടറി നമ്മൾ വേറൊരു പേര് പറയും. മീഡിയൻ അംബിലിക്കൽ ആർട്ടറി വേറൊരു പേര് പറയും. എന്താന്ന് വെച്ചാൽ സുപ്പീരിയർ വെസിക്കൽ ആർട്ടറി എന്ന് പറയും കേട്ടോ. ഓർ സുപ്പീരിയർ വെസിക്കൽ ആർട്ടറി. ചിലപ്പോൾ ചോദിക്കുക സുപ്പീരിയർ വെസിക്കൽ ആർട്ടറി ആൻഡ് മീഡിയൻ അംബിലിക്കൽ ആർട്ടറി ആവും. അതുപോലെ തന്നെ അതിൽ ആക്കാൻ കഴിയില്ല ലാറ്ററൽ അംബിലിക്കൽ ലിഗമെന്റ്. ലാറ്ററൽ അംബിലിക്കൽ ലിഗമെന്റ്. അതായത് ഈ ലിഗമെന്റം ആർട്ടീരിയോസോ എന്ന് പറയുന്ന പിക്ചറിൽ കാണാം, ലാസ്റ്റ് കാണുന്ന ഈ അംബിലിക്കൽ രണ്ട് ആർട്ടറീസ് എന്തായി മാറും? മീഡിയലി, അതായത് ബോഡിയുടെ സെൻട്രൽ വരുമ്പോൾ അത് മീഡിയൽ അംബിലിക്കൽ ആർട്ടറി അല്ലെങ്കിൽ സുപ്പീരിയർ വെസിക്കൽ ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കും. കാരണം ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലാണല്ലോ അംബിലിക്കസ്. അപ്പൊ അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യുന്ന മീഡിയൽ അംബിലിക്കൽ ആർട്ടറി അല്ലെങ്കിൽ എന്താവും? സുപ്പീരിയർ വെസിക്കൽ ആർട്ടറി എന്ന് പറഞ്ഞ ആർട്ടറി ആവും. ലാറ്ററലി കുറച്ച് നിങ്ങൾ ലെഫ്റ്റിലേക്ക് നീങ്ങാൻ പറഞ്ഞാൽ ലാറ്ററൽ രണ്ട് സൈഡിലേക്ക് പോകുമ്പോൾ ലാറ്ററലി ഇവൻ എന്താവും? ലാറ്ററൽ അംബിലിക്കൽ ലിഗമെന്റ് ആവും അല്ലെ. ലാറ്ററൽ അംബിലിക്കൽ ലിഗമെന്റ് ആവും. അയ്യോ സോറി ഞാൻ എന്ത് കേട്ടോണ്ടിരുന്നത്? സോറി ഡക്ടസ് ആർട്ടീരിയോസം becomes ഡക്ടസ് എന്താവും? ലിഗമെന്റം ആർട്ടീരിയോസം. ഞാൻ വീണ്ടും ഞാൻ അംബിലിക്കൽ ആർട്ടറിയെ കുറിച്ച് പറയാണ്. ലിഗമെന്റ് ആർട്ടീരിയോസം ഞാൻ ഈ പറഞ്ഞത് ആരെ കുറിച്ചാണെന്നറിയാവോ? അംബിലിക്കൽ ആർട്ടറി ആണ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അംബിലിക്കൽ ആർട്ടറിയെ കുറിച്ചല്ലേ. അംബിലിക്കൽ ആർട്ടറി ബിക്കംസ് എന്താവും? അംബിലിക്കൽ ആർട്ടറിയാണ് എന്തായി മാറുന്നത്? ലിഗമെന്റം ഡക്ടസ് ആർട്ടീരിയോസം എന്താവും? ലിഗമെന്റ് ആർട്ടീരിയോസം എന്ന് പറയുന്ന ഒരു സാധനമായി അവിടെ തന്നെ ഒരു ചെറിയൊരു ലിഗമെന്റ് ആണ്. സപ്പോർട്ടിങ് ലിഗമെന്റ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കും ക്ലോഷറിന് ശേഷം. അതവിടെ കഴിഞ്ഞു. പിന്നെ അംബിലിക്കൽ ആർട്ടറിയാണ് ഞാൻ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത്. രണ്ട് അംബിലിക്കൽ ആർട്ടറി ഉണ്ടല്ലേ. ഈ അംബിലിക്കൽ ആർട്ടറി മീഡിയൽ പോർഷൻ സെൻട്രലിലേക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സെൻട്രലിലേക്ക് വരുന്നത് തൊട്ട് ഫ്രണ്ടിലാണ് എന്ത്? അംബിലിക്കസ് വരുന്നത്. അപ്പൊ അംബിലിക്കസിലേക്ക് പോകുന്ന മീഡിയൽ അംബിലിക്കൽ ആർട്ടറി അല്ലെങ്കിൽ നമ്മൾ സുപ്പീരിയർ വെസിക്കൽ ആർട്ടറി എന്ന് പറയും. അതേസമയം ലാറ്ററൽ സൈഡിലേക്ക് അംബിലിക്കൽ ആർട്ടറി എന്തായി മാറും? ലാറ്ററൽ അംബിലിക്കൽ ലിഗമെന്റ് ആയി മാറും. ആമേ ക്ലിയർ? 2 4 1 5. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ആശ എന്താ മനസ്സിലാവാത്തത്? ഡക്ടസ് ആർട്ടീരിയോ ബോർഡ് ഇട്ടിട്ടുണ്ട്. ഡക്ടസ് ആർട്ടീരിയോസം എന്താവും? ലിഗമെന്റ് ആർട്ടീരിയോസം ആവും. ഡക്ടസ് ആർട്ടീരിയോസം ലിഗമെന്റ് ആർട്ടീരിയോസം ആവും. അതേസമയം അതായത് അംബിലിക്കൽ വെയിൻ, ഈ പിക്ചർ അനുസരിച്ച് നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ഈ പിക്ചർ അനുസരിച്ച് അംബിലിക്കൽ വെയിൻ എന്ന് പറയുന്നത് എന്താവും? അംബിലിക്കൽ വെയിന് ലിഗമെന്റം ടീറിസ് ആവും. അതേസമയം ഡക്ടസ് വീനോസസോ? ഡക്ടസ് വീനോസസ്
ലിഗമെന്റം വീനോസം എന്ന് പറഞ്ഞ ലിഗമെന്റ് ആവും. ഫൊറാമൻ ഒവയിലോ ഫോസ ഓവാലിസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഡിപ്രഷനായി മാറും. ഡക്ടസ് ആർട്ടീരിയോസ് എന്താവും? ലിഗമെന്റം ആർട്ടീരിയോസം അല്ലെങ്കിൽ ലിഗമെന്റം ആർട്ടീരിയസം എന്നാവും. ഒരു ചെറിയ ലിഗമെന്റ് ആയിട്ട് അവിടെ നിലനിൽക്കും. അതേസമയം അംബിലിക്കൽ ആർട്ടറി സെന്ററിൽ, നിങ്ങൾ ഈ അംബിലിക്കൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ അയോട്ടയുടെ നേരെ വരുന്ന ഭാഗത്താണ്. അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് അനാറ്റമിക്കലി ആരുള്ളത്? അംബിലിക്കസ് ഉള്ളത് അല്ലേ? അംബിലിക്കസ് അതിന്റെ തൊട്ട് ഫ്രണ്ടിലാണുള്ളത്. അപ്പോ അംബിലിക്കൽ ആർട്ടറി മീഡിയൽ പോർഷൻ, സെൻട്രൽ പോർഷൻ എന്തായി മാറും? മീഡിയൽ അംബിലിക്കൽ ആർട്ടറി അല്ലെങ്കിൽ സുപ്പീരിയർ വെസിക്കൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ ആർട്ടറി ആയി തന്നെ, ബ്ലഡ് വെസലായി തന്നെ നിലനിൽക്കും. അതേസമയം ലാറ്ററൽ ഭാഗത്ത് എത്തുമ്പോൾ ഇറ്റ് വിൽ ബിക്കം lateral umbilical ligament. So that is the remnant part of fetal circulation in adult life. Clear? എന്താണ്? umbilical vein പറഞ്ഞു, ductus venosum, foramen ovale, ductus arteriosus, umbilical artery. 5. Okay, now we can see about ഒരു 1-2 extra points, additional points നമ്മൾ കണ്ടുപോകാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ umbilical vein എത്രണ്ണം ഉണ്ട്? എപ്പോഴും പരിശോധിച്ച് ചോദിക്കാം. അംബിലിക്കൽ വെയിൻ എത്രണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, ഒരെണ്ണേ ഉള്ളൂ. അംബിലിക്കൽ വെയിൻ ഈസ് ദ only vein carrying ഏത് ബ്ലഡ്? oxygenated blood in fetal life. ഫീറ്റൽ ലൈഫിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരേ ഒരു വെയിൻ ഏതാണ്? അംബിലിക്കൽ വെയിൻ ആണ്. അതേസമയം അംബിലിക്കൽ ആർട്ടറിയോ? അംബിലിക്കൽ ആർട്ടറി ഒരേ ഒരു ആർട്ടറി എന്ന് പറയാക്കൂല, കാരണം അയോട്ട ഉണ്ട്. അംബിലിക്കൽ ആർട്ടറി എത്ര ഉണ്ട്? 2 നോസ്. അംബിലിക്കൽ ആർട്ടറി പറയാൻ പറ്റില്ല, കാരണം എന്താണ്? അയോട്ട ക്യാരി ചെയ്യുന്നതും കുറെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ് അല്ലെ? അയോട്ട ക്യാരി ചെയ്തുകൊണ്ട് വരുന്നതും കുറെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ്. അപ്പൊ അംബിലിക്കൽ ആർട്ടറി ക്യാരീസ് deoxygenated blood into എങ്ങോട്ട്? into പ്ലാസന്റ. അയ്യോ ഡേ, ഒള്ളി എന്ന് പറയാക്കൂല കേട്ടോ. അംബിലിക്കൽ വെയിൻ ഒള്ളി വെയിൻ അല്ല, അംബിലിക്കൽ വെയിൻ ഈസ് ക്യാരിങ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഒള്ളി എന്ന് പറയാക്കൂല, കാരണം ഇൻഫീരിയർ വെയിനക്കാവെ വെച്ച് ചോദിച്ചാൽ ചിലപ്പോൾ ഇൻഫീരിയർ വെയിനക്കാവെ ഉണ്ട്. umbilical vein carries oxygenated blood, ഞാൻ അത് തിരുത്താണ്, carries oxygenated blood from placenta to fetal heart, from placenta to ഫീറ്റസിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ആരാണ്? അംബിലിക്കൽ വെയിൻ ആണ്. അവൻ ഒരെണ്ണേ ഉള്ളൂ. അതേസമയം അംബിലിക്കൽ ആർട്ടറി എത്രണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ടല്ലേ? Now, so that is all about fetus.